Hi guys, dear friends. സേമിയ പായസം എന്ന് പറയുമ്പോൾ സാധാരണ സേമിയ പായസത്തിൽ പല ടൈപ്പുകളുണ്ടല്ലോ. ഇത് നമ്മൾ കാരമൽ ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് എല്ലാം പറഞ്ഞു തരാം. സേമിയ നമ്മളിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് കാണിക്കുന്നുള്ളൂ. 2, 3, 4 ഗ്ലാസ്സെങ്കിലും ഉണ്ടാവും മാക്സിമം. ചൊവ്വരി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഉപ്പ്, ഏലക്കപ്പൊടി, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ. പിന്നെ പാല് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തീരാം. അതിൻ്റെ ഇടയ്ക്ക് വയസ്സൻ്റെ കൈ മുറിഞ്ഞു. സുഖ പറയണ ആ കൈയോട് കൂടി കാണിച്ചാൽ മതി. എന്താ ആ ഊരി കളഞ്ഞത്, അപ്പം എൻ്റെ ചോര വരും, ബ്ലഡ് എടുക്കും. കൈ മുറിഞ്ഞു കൈ. അപ്പോൾ ഓക്കെ, നമ്മളിത് തീ കത്തിച്ചു. ഇപ്പോൾ 2 ടീസ്പൂൺ നമുക്ക് ഇതിലിട്ടിട്ട് കുറച്ച് കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത് 2 വറുത്ത് കോരി വെക്കാം. ഞാനേ സ്റ്റീലിൻ്റെ കയ്യിൽ എടുത്ത് ഇത് കാണിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വരുന്നത്. അപ്പം ഞാൻ റൈസ് മരത്തിൻ്റെ മേടിച്ചു. നമുക്ക് നോർമലായിട്ട് അത് ചെയ്യണം. ഞങ്ങൾ കുറച്ചൊരു 3-4 ഗ്ലാസ് ഉണ്ടാക്കണത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ച് ഉണ്ടാക്കണേ. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ അധികം മധുരമൊന്നും കഴിക്കില്ല. പിള്ളേരുകളാണെങ്കിൽ ഇവിടെ ഇല്ല. പിന്നെ വച്ചെങ്കിൽ പിന്നെ അവർ കഴിച്ചോളെന്ന് വിചാരിക്കുക. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം, നിങ്ങളെ കാണിക്കാൻ മാത്രമാണ് ഈ പായസം നമ്മൾ വീഡിയോക്ക് മാത്രം എടുക്കണതാണ്. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ കൂട്ടുന്നത് നിങ്ങൾ എണ്ണത്തിൽ എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടാം. നമ്മൾ ഓണത്തിന് ഇനിയിപ്പോൾ ഒരു കൂടുതൽ ഉണ്ടാക്കണമല്ലോ, എല്ലാവരും ഉണ്ടാവും. പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കണതായിരിക്കും പായസങ്ങളൊക്കെ. പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. പയറ് പായസം പറയണു, ചെറുപയറ്, സേമിയ പറയുന്ന പായസം, അടപ്രഥമൻ, അയങ്ങ, ഗോതമ്പ്, പാലട, ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്തുവാ ചെയ്യണമെന്ന് എനിക്കൊന്നും ഒരു പിടിയില്ല. പായസം 1-2 പായസം ആണെന്നെങ്കിൽ നമുക്കത് എണ്ണത്തിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പം ഓരോരോ 1 കിലോ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോഴേ എല്ലാത്തിനും വേറെ വേറെയാണല്ലോ ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് പണിയും കൂടുതലും വരും. ഓണത്തിനാകുമ്പോൾ നോക്കാം, എന്താണെന്നറിയില്ല. ഇതൊന്ന് ഇതാകുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് നമ്മൾ വറുത്ത് കോരി വെക്കുക. അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വിലയായി. ഇനിയിപ്പം ഓണാക്കിയപ്പോൾ ഒരു സാധനം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഗൈസ്. ഇതാ നല്ലവരെ പച്ചക്കറിക്കൊന്നും അങ്ങോട്ട് അടുക്കണ്ട, രക്ഷയില്ല. എന്താ ചെയ്യ അല്ലേ? സാധാരണ ആളുകളൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീ അപ്പോൾ വളരെ നല്ല പോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചു, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. സാധാരണ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒരു കൂലിപ്പണിക്ക് പോണവരൊക്കെ എങ്ങനെയാണ് ഒരു ഓണം ആഘോഷിക്കുക? രക്ഷയില്ല. പലവരും ഇപ്പൊ കൊടുക്കുന്നുണ്ട് കേട്ടോ. കിറ്റ് കൊടുക്കുന്നുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയല്ല, കല്യാണം കഴിച്ച 60 മുണ്ട് അവള് വാങ്ങിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് കൊടുക്കാനായിട്ട് അവള് മറ്റേ കുത്താമ്പഴി പോയിട്ടുണ്ട്. വീഡിയോ ചെയ്തവര് ആ കടക്കാര്. അതൊക്കെ ഒരു മാതൃകയാണ്. അങ്ങനെ കൊടുക്കറും ഉണ്ട് കേട്ടോ. ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകൾ നമ്മളോട് സഹകരിക്കുന്ന അറിയില്ല. എന്നാലും സഹകരിക്കും ആളുകൾ. അപ്പൊ ഇത് വറുത്തൂടെ മാറ്റി വെച്ചു. പിന്നെ സേമിയ അതോടൊപ്പം അതും ഇടാനും. വറുത്ത സേമിയ ആയാലും കൂടി നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ഇത് ഞാൻ ചൊവ്വരി വേവിക്കാൻ വെക്കാണ്. ഇതാ മറ്റൊരു പാത്രത്തിൽ ഇത് അത് അവിടെ കിടന്ന് വേവട്ടെ. അതിന് വേവുണ്ട്. അപ്പം ഞാൻ തീ അങ്ങോട്ട് കുറച്ചിട്ട് അതെ വറുത്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അതിൽ വെച്ചാൽ പിന്നെ കരിഞ്ഞു പോകും. നോർമലായിട്ട് വറുത്തെടുക്കണം. എല്ലാതും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും.
പായസം ഒരു ടേസ്റ്റും കിട്ടില്ല. അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. ഇനി തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് പഞ്ചസാരയില്ലേ കാരമൽ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഇത്രയും ഉള്ളത് കൊണ്ട് കുറച്ചേ നമ്മൾ ഇടണുള്ളൂ. ഇതിങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നോക്കിയ കാരമലിനുണ്ടാ ഇങ്ങനെ വരണം, അധികം കരിഞ്ഞു പോരുത്. ഇങ്ങനെ ഗോൾഡൻ കളറിൽ വരുമ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിക്കുക, ആഡ് ചെയ്യുക. കുറച്ച് അളവുകൾ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് എല്ലാതും കാണിക്കുന്നത്. നിങ്ങൾ എത്രയോ എടുക്കണമെന്ന് വെച്ചാൽ ആ ഇതിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതിലിട്ടിട്ട് ഈ കട്ടയാവുന്നത് നിങ്ങൾ ഇതാക്കണ്ട, അത് ഓക്കെ ആവും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പാല് ആഡ് ചെയ്യാം. പാല് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം കട്ടയാവും, പക്ഷെ അത് മെൽറ്റ് ആയിക്കോളും. ഓക്കെ, കാരമലല്ലേ, അതുകൊണ്ട് ഇത് പാല് ഇതായിക്കോളും. നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. തിളക്കട്ടെ. പാല് ഒഴിച്ചിട്ട് ഇനി തിളയ്ക്കണം ഇത് നന്നായിട്ട്. അതിന് കൂടെ നമുക്ക് ഈ വേവാൻ വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി കട്ടയാണെങ്കിൽ കൂട്ടം കുറച്ചൊക്കെ ചെയ്യാം. പാലുണ്ടായാൽ വിഷമിക്കണ്ട. നിങ്ങൾക്ക് കട്ടയായി തോന്നിക്കഴിഞ്ഞാൽ പാല് തിളപ്പിക്കുക, അതിലൊഴിക്കുക, അത്രേ ഉള്ളൂ. അത് ടേസ്റ്റ് ഒന്നും പോകത്തില്ല. ഓക്കെ, ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇത് തിളയ്ക്കാൻ സമയം എടുക്കും. തിളച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത് തിളച്ചുട്ടാ. അപ്പോൾ നമ്മൾ സേമിയ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇടാണ്. സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് സേമിയ പെട്ടെന്ന് വേവും കേട്ടോ ഗൈസ്. അത് വെന്ത് ആയിക്കഴിയുമ്പോൾ ഇത് നമ്മൾ ചവരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇതിട്ടാൽ മതി. ഞാൻ സെപ്പറേറ്റ് ഇതിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ സെപ്പറേറ്റ് വേവിച്ചത്. ഓക്കെ, ഒരു 1/4 ഭാഗം സേമിയ വേവുമ്പോൾ ഇത് എനിക്ക് ഇടാം. ഇത് ഇടാനുള്ള ഉദ്ദേശം രുചി ഉണ്ടാവും, കൊഴുപ്പുണ്ടാവും. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ഇത് നല്ലതാ. സേമിയ പായസത്തില് എല്ലാത്തിലും ഇപ്പാട് ആളുകളുണ്ടല്ലോ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ചവരി പായസം ഇത് വേവിച്ച്. ഓക്കെ, അപ്പൊ ഇത് വരട്ടെ. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ചവരി വേവിച്ച് വെച്ചതാണ് ഞാൻ. അപ്പൊ ഇത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഞാൻ ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യും ഗൈസ്. എനിക്കിത് ഈ സാധനം ബോളുകൾ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിർത്താതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതേ തിളയ്ക്കുന്നുണ്ട്. സേമിയൊക്കെ വെന്തിട്ടുണ്ടാവും. സേമിയൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. എന്നിട്ട് നമ്മൾ ഈ സമയം എന്ത് ചെയ്യണം? സേമിയ ഒന്ന് നോക്കട്ടെ ഗൈസ്. 2 മിനിറ്റും കൂടി വേവണം. ഞാൻ തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിന് നമ്മളിത് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി കൂടാൻ പാടില്ല, ഇനി കുത്തുവരും. ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചിട്ട് ഒരു നുള്ളു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ഇടാം. ഓക്കെ, നല്ലപോലെ ഇത് റെഡി ആവട്ടെ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതേ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് വറുത്ത് വെച്ച് നെയ്യിൽ വറുത്ത് വെച്ച സംഭവം ഇതിനകത്ത് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഇത് കുറുകി പോയിട്ടുണ്ടെന്ന് വിചാരിച്ചാലും പേടിക്കണ്ട. പാലുണ്ട്, പാലൊന്ന് തിളപ്പിക്കുക, ഇതിലൊഴിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, വേണ്ട പായസം സൂപ്പറായി, നല്ല കളറുമായി. നോക്ക്, ഞാൻ പകർത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് ഇതേ റെഡിയാക്കി പായസം. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ചുമക്ക് ഞാൻ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും. അവർക്ക് ചൂട്ടോട് കഴിക്കണമെന്ന് പറയാം. അങ്ങനെ ഇത് കഴിച്ച് കാണിച്ചു തരാം. ചൂട് ഗൈസ്,
നല്ല ചൂടാ, സൂപ്പർ പായസം കേട്ടാ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ കൂട്ടും നമുക്ക് ഇടണം ഇതില്. രക്ഷയില്ല, എത്ര ഗ്ലാസ് വേണമെങ്കിലും കഴിച്ചു പോവും. നമ്മൾ ആകെ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തത് കാരമൽ ചെയ്യാൻ മാത്രമാണ്. പിന്നെ ഉള്ളത് മെല്ലെ മിൽക്ക് മെയ്ഡാണ്. അപ്പൊ ഷുഗർ അധികം വന്നു എന്നൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, പായസം സൂപ്പറാണ്. നല്ല പായസം. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട്. അപ്പോൾ ഓക്കെ, ഇത് ഓണം പ്രമാണിച്ചാണ് ഇതൊക്കെ വരുന്നത്. ഇനി അടുത്തടുത്ത പായസം വരും. ഓക്കെ, ഇനി അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.